എങ്ങനെ രാജ്യദ്രോഹികളായിട്ട് അവരെ കണക്കാക്കുക? രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം ഓരോ ദിവസം കഴിയുമ്പോൾ താങ്ങാവുന്ന അപ്പുറത്തേക്കാണ് പോകുന്നത്. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്? അതല്ലേ നടക്കേണ്ടതും. അപ്പോൾ അതിന് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അത് ശുദ്ധമായിട്ടുള്ള അർത്ഥം. എന്താണ് പരിഹാര മാർഗം? ഒന്നിരുന്ന് ചിന്തിക്കാൻ, ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അവർ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്ത് കാര്യമാണ് അതിലൂടെ കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതെങ്ങനെയാണ് നിങ്ങൾ പറയാൻ പറ്റുക? നാട്ടിലെ മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത് ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ആ മൂവ്മെന്റുകളെ പാർട്ടിയോ ഇതിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കാറ്. മൂവ്മെന്റുകളുള്ള ചെറുപ്പക്കാരുടെ വികാരം മാനിക്കുന്ന ഒരു സർക്കാരിന്റെ കടമയാണ്. ആ സർക്കാർ ചെറുപ്പക്കാരുടെ വികാരം മാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ അതിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിട്ടാൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കത്തേ ഉള്ളൂ.